കുഞ്ഞാപ്പോ മഴ പെയ്തപ്പോ ഫുള്ള് വെള്ളത്തിലല്ലേ? ആരാന്റെ തേങ്ങ ഒക്കെ എടുത്തോ ജി? കഴിഞ്ഞാ ഇന്ന് ഫുള്ള് തേങ്ങ എടുക്കലാവും. നല്ല മഴയുണ്ട്. എന്നിട്ട് അങ്ങോട്ട് കയറിക്കോ. അല്ലേ മയക്കാറൊക്കെ ഉണ്ട് കുഞ്ഞാപ്പോ. എന്നിട്ട് ഞാൻ മഴവെള്ളം കണ്ടപ്പോൾ നല്ല രസം ചാടി കുടിച്ച്. അപ്പൊ തന്നെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് പനി പിടിച്ചിട്ട് വാങ്ങി കാണിച്ചു തരാം. അതാണ് ഇന്നലെ കാണാഞ്ഞല്ലേ? ഇന്നലെ കാണാൻ കിടന്ന് ഉറങ്ങിയേന് പനിച്ചിട്ട് കുറച്ചിട്ട്. ഡോക്ടറൊന്നും കാണിച്ചില്ല? ഡോക്ടർ രാവിലെ രാവിലെ കൊണ്ട് കാണിച്ചു. മിഞ്ഞാന്ന് രാവിലെ? ഇന്നലെ പനി പിടിച്ചിട്ട് ഇന്നലെ രാവിലെ കൊണ്ട് കാണിച്ചു. എന്നിട്ട് ഇപ്പൊ കുറച്ച് സമാധാനായി. അപ്പൊ അതന്നെ സുബൈദ കൂടെ പോയിരുന്നു. സുബൈദ എങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടെ ചോദിച്ചു കുഞ്ഞാപ്പോ എന്താടാ കാട്ടുന്നു. ഞാൻ വന്നാടാ ഇറങ്ങി കത്തിക്കാൻ വരവില്ല. ഞാൻ ഓലെടുക്കുന്നു. അപ്പൊ നമ്മൾ തേങ്ങ എടുക്കുന്ന പറയാൻ പാടില്ലല്ലോ. നോക്കൊന്നുമില്ല. ഞങ്ങൾ ഓര് വന്നാലും കൊടുക്കും. നോക്കണ പറഞ്ഞ് ഞങ്ങൾ നോക്കും. കണ്ണിട്ട് നോക്കുള്ളൂ അല്ലേ? എന്തേലൊക്കെ വീണെടുക്കണ്ടോന്ന് അങ്ങനെ നോക്കൂട്ടാ. തേങ്ങ വന്ന് അരി ഉണ്ടാവുന്ന കൂടി നോക്കും. ഞാൻ ഇന്നും കൂടി അരിയാണ് പോയ അമ്മ അറിയാം എടുത്തോണ്ടേ അല്ലെങ്കിൽ സുബൈദ ബാത്തു ഒക്കെ എടുക്കണു. ആ ബാത്തു ഇല്ലേ ബാത്തു ബാത്തൂട്ടി അതിനാണ് ഫോൺ എടുക്കോളൂ. എന്നിട്ട് ഞാൻ ഇപ്പൊ കൊറേ നോക്കി. അഞ്ചെട്ട് തേങ്ങ ഉണ്ടല്ലേ. എന്തെന്നിട്ട് ആകെ പോട്ടെ മഴയൊക്കെ ആയിട്ട് എന്താ അവിടത്തൊക്കെ പാട്? തായാലും ചുറ്റോളം വെള്ളം നിൽക്കില്ല. കണ്ടിട്ടില്ലല്ലോ? ഇല്ല, ഞാൻ പോയിട്ടില്ല. നമുക്ക് വരണ അല്ല ഇപ്പൊ എന്താ ഞാൻ ഉമ്മണ്ടവിടെ? ഉമ്മ രാവിലെ പാവടാ പണിക്ക് പോയിന്നെ. പണിക്ക് പോയല്ലേ ഈ മയത്തോ? മയത്ത് പോയി കഞ്ഞി കുടിക്കണ്ടേ? കുഞ്ഞാപ്പോ എനക്ക് പണി എപ്പോഴെങ്കിലും എനക്കും പണിക്ക് പോയിക്കൂടെ? കഞ്ഞി ഞാൻ ആലോചിക്കണ്ടാ പണിക്ക് എന്തിനു പോണെന്ന് ആലോചിച്ചു. വെറുതെ നടന്നിട്ട് കാര്യം പെരുന്നാളൊക്കെ അപ്പൊ തുണി കുപ്പായൊക്കെ എടുക്കണ്ടേ? അപ്പൊ എനിക്ക് തുണി കുപ്പായൊക്കെ എടുക്കണ്ടല്ലേ? അതന്നെ പറഞ്ഞത്. അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് എവിടെങ്കിലും പണി കിട്ടുമെന്ന് ചോദിക്കണം. ഇവിടെ പെരയിരുന്ന പണി കിട്ടൂല, എവിടെയും പോയി അന്വേഷിക്കണം. മഴക്കാലം കഴിഞ്ഞോട്ടെ മഴക്കാലം അവധി 6 മാസം കഴിയും. 6 മാസം ഉണ്ടാ? പിന്നെ അപ്പൊ ഉമ്മനോട് ആദ്യം കടം വാങ്ങിക്കണം. തുണി കുപ്പായം ആദ്യം കടം വാങ്ങിക്കാൻ ഉമ്മനെ കൊണ്ട്. തുണി കുപ്പായോ? പൈസ ഒന്നും വേണ്ടേ? അല്ല എന്നിട്ട് ഉമ്മ പണിയെടുത്ത് കൊടുത്തോളൂ. ഉമ്മാക്ക് ഞാൻ ഈ മഴ മാസം പണി പോയിട്ട് ഉമ്മക്ക് കൊടുക്കും. അല്ല മറ്റേ മൂത്താപ്പന്റെ വല്ല ഉണ്ടോ? മൂത്തമ്മ വരില്ല. പെരുന്നാക്ക് അങ്ങോട്ട് പോവാച്ചിട്ടാണ്. പെരുന്നാളല്ലോ. വലിയ സുഖം എന്താണോ അതെന്താ കുഞ്ഞാപ്പോ അങ്ങനെ? എന്നാളെ പറഞ്ഞു കൊടുത്ത കാര്യം. എന്ത്? മൂത്തമ്മ വന്നിട്ട് പോവായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. ഉമ്മ അങ്ങനെ പെറുക്കിന്റെ മൂത്തമ്മ അതാവൂലേ? ചെലപ്പോ അങ്ങനെ ആവും. എന്താ അതൊക്കെ അറിയില്ല. എന്താ ഒന്ന് അന്വേഷിച്ചൂടാ മൂത്താപ്പാന്റെ പാടെന്താന്നുള്ളത്? എന്ന് വന്നതല്ലേ, അന്ന് അരിച്ചാക്കിട്ട് വന്നതല്ലേ സഞ്ചില്. പിന്നെ വന്നിട്ടില്ലല്ലോ. എന്തേ പറ്റിയാവോ? അത് അവിടേക്ക് വന്നാവും. മണ്ണടിക്കാന്നല്ല കുഞ്ഞാപ്പോ അവിടെ തിരിച്ചു പോവാണ്. വെള്ളം നൂർക്കലൊന്നും ഇപ്പൊ നടക്കൂല. എനിക്ക് മണ്ണിന്റെ ഒന്നല്ല കുഞ്ഞാപ്പോ. പിന്നെ എന്നിട്ട് ഇപ്പൊ എത്ര തേങ്ങ കിട്ടി? ഇവിടെ ഇട്ടാരും കൊണ്ടുപോവോ? എന്താ കുഞ്ഞാപ്പ് തിന്നത്? വയറൊക്കെ എല്ലാം കൊടുത്തുന്നല്ലോ. രാവിലെ ദോശ നിന്നപ്പോ കഞ്ഞിയും കുടിച്ചു. അത് പോരെ, ഒന്നും തിന്നിട്ടും പോകുന്നില്ല. അത് പോരാ. ഇനിയിപ്പോ എന്തിനാ ചോറ് വെച്ചിട്ടുണ്ടാവും അല്ലേ? സീനാണ്.
പനി എന്താ സീനുണ്ട്. എല്ലാവരും കൊണ്ട് പനി പിന്നെ ഇപ്പോൾ മാസ്ക് ഒക്കെ വെച്ചോളുണ്ട്. പനിയല്ലേ, വയറുപനി. വയറൽപ്പനി ഉണ്ട്. എല്ലാവരും പറഞ്ഞു വയറുപനിയാണ്. മാസ്ക് വെച്ചിട്ട് പുറത്തിറങ്ങിയാൽ മതിട്ടാ. ഇനി മാസ്ക് മേടിക്കാൻ പോകണം. പണ്ടേ കൊറോണക്കാർ വരുന്നുണ്ട്. ഇമ്മാനോട് പറയണം മാസ്ക് കൊണ്ടുവരാൻ. കൊറോണ ടീമേ എവിടൊക്കെ വന്നിട്ടുണ്ട്. ആ എന്നിട്ട് പറയണ മഴ ഉണ്ട് പെരേക്ക് വന്നു. ഒരു തുള്ളി കഞ്ഞിച്ചാളം ഉണ്ടാക്കി കുടിക്കാൻ പോരെ. ആവശ്യം ഒന്നും തിന്നാൻ വെച്ചാറിന് അനക്ക് കുടിക്കാൻ എനിക്ക് വേണ്ട. തേങ്ങ അടച്ച് ഞാൻ പോട്ടെ. നല്ല മഴയാണ്. തേങ്ങ മഴ പെയ്താലേ ഇനി പനി പിടിക്കും. ഇനി മഴ ചെയ്താൽ പനി പിടിക്കും. അതൊക്കെ ശരിയാണ്. മഴ കൊണ്ടാ പനിയൊക്കെ പിടിക്കും. ഇനി പെരേക്ക് വരുന്നില്ല. അത് ഇനി ഞാനുള്ളൂ ആ എടുക്കണം അവിടെ. അടുത്ത പേര് വന്നിട്ട് കൊണ്ടുപോകും. അപ്പൊ ഇനി അവിടെ ഉണ്ടോ നോക്കുകയാണല്ലേ. ഇനി അവിടെ നോക്കണം. ആ എന്നാ ശരിയാണ്. എന്നാ പോയിക്കോ.